രണ്ടാമത്തെ ടാസ്കില് ഒബ്വിയസ്ലി തെരഞ്ഞെടുത്തത് അനീഷിനെയും ആര്യനെയും ജിസേലിനെയാണ്. ശരിക്കും ബിഗ് ബോസ് എപ്പോഴും പറയാറുണ്ട് കുറച്ച് ടാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അതിനകത്തേക്ക് വിടൂന്ന്. അപ്പൊ ശരിക്കും ബിഗ് ബോസ് അവർക്കൊരു ക്യൂ കൊടുത്തതാണ് ചൂസ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ഇവരെ അകത്തേക്ക് വിട്ടു. അനീഷിന് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പിക്ക് ചെയ്ത കാർഡിനകത്ത് ഉണ്ടായിരുന്നത് ഇനി സംസാരിക്കാൻ പാടില്ല, സീസൺ കഴിയുന്നിടം വരെ ഇനി സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ബിഗ് ബോസിൽ നിന്ന് അനീഷിനുണ്ടായത്. അനീഷ് കേട്ടവാതി ഓക്കെ ശരി ഇനി ഞാൻ വേണ്ടില്ല എന്ന് പറഞ്ഞ് അനീഷ് ആ സമയം തന്നെ സ്വന്തം ഗെയിം ആരംഭിച്ചതാണ് നമ്മൾ കണ്ടത്. രണ്ടാമത് ആര്യനാണ് കാർഡ് എടുത്തത്. ആര്യന് ജ്യൂസ് ഫുൾ കുടിക്കണം എന്നതായിരുന്നു ആര്യന്റെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് ആണ് നമ്മൾ എല്ലാവരും എത്തിയൊരു ടാസ്ക്. കണ്ടവർക്കറിയാം, കാണാത്തവർക്കായി പറയുകയാണ്. ജിസൈൽ തല മൊട്ടയടിക്കണം. അപ്പൊ തന്നെ എല്ലാവരും ഷോക്കായി. ജിസൈൽ തല മൊട്ടയടിക്കണോ? അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആര്യന് വേണമെങ്കിൽ ഈ ടാസ്ക് ജിസൈലുമായി വെച്ച് മാറാം. അപ്പൊ ആര്യൻ പറഞ്ഞു, ആര്യൻ അവിടെ കുറെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത രീതിയിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ പറ്റില്ല, ഒരു മരണം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ തല മൊട്ടയടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ എന്ത് വന്നാലും അത് ചെയ്യൂല എന്ന് ആര്യൻ വളരെ സ്ട്രോങ് ആയി പറയുന്നൊക്കെ കണ്ടു. അതിന്റെ ഇടയ്ക്ക് ജിസൈലിനും ആര്യനും മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ ഈ രണ്ട് കാർഡും ഉണ്ടായിരുന്നത് മലയാളത്തിലാണ്. അനീഷിന്റെ അടുത്ത് ഇതൊന്ന് വായിച്ചു തരുമോ അനീഷ് എന്ന് പറഞ്ഞു. അനീഷ് വായിച്ചില്ല. കാരണം ബിഗ് ബോസ് അനീഷിന്റെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞ ആ പോയിന്റിൽ തന്നെ അനീഷ് സ്വന്തം ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അനീഷ് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല. പലതരം പ്രൊവക്കേഷൻ ഉണ്ടായിട്ടും അനീഷ് സംസാരിച്ചില്ല. പിന്നീട് ഈ കാർഡ് വായിക്കാനായിട്ട് ബിഗ് ബോസ് തന്നെ പുറത്തുനിന്നൊരു കണ്ടസ്റ്റന്റ് വരണല്ല, അപ്പാനിഷ് അടുത്ത് വന്നിരുന്ന് വായിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അപ്പാനിഷ് അടുത്ത് വന്ന് വായിച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത്. ശരിക്കും ഇന്നലത്തെ പണിപ്പുറ ടാസ്കിൽ മര്യാദയ്ക്ക് പെർഫോം ചെയ്ത ഒരേ ഒരാള് അനീഷാണ്. അനീഷിന്റെ ഗെയിം എവിടെയോ ഡൗൺ ആയി പോയി എന്ന തോന്നലിൽ നിന്ന് അനീഷിന്റെ ഗെയിം സ്റ്റിൽ അറ്റ് ടോപ്പ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.